നമ്മളിപ്പോ നിൽക്കുന്നത് അടുക്കത്തുവാൽ സ്കൂളിന് മുന്നിലാണ്. അതിന്റെ ഫ്രണ്ടിലായിട്ടുള്ള ഒരു ചെറിയ അണ്ടർപാസ് നമുക്ക് വലത് സൈഡിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടൊക്കെ നല്ല അറിവുള്ള വർക്കൊക്കെ കംപ്ലീറ്റ് ആയാണ്. ഈ സർവീസ് റോഡിലായിട്ട് ചെറിയൊരു ഹമ്പൊക്കെ വെച്ചിട്ടുണ്ട്. അത് സ്കൂൾ പരിസരം ആയതുകൊണ്ടാണ്. അത് ടെമ്പററി ആണോ അതോ പെർമനന്റ് ആണോ? പെർമനന്റ് ആയിരിക്കില്ല, ടെമ്പററി ആയിരിക്കണം. അത് മേ ബി ചിലപ്പോൾ എടുത്തു കളയാനും സാധ്യതയുണ്ട്. എന്തായാലും ഇപ്പോൾ അടുക്കത്ത് വായിൽ നിന്ന് നമ്മൾ ചൗക്കി ഭാഗത്തോട്ട് പോകുമ്പോൾ ഇവിടെ നല്ല ഭംഗിയുള്ളൊരു കാഴ്ച തന്നെയാണ്. കാരണം ആറിയവാളിന്റെ വർക്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മുകളിൽ കൂടി വണ്ടിയൊക്കെ പോകുന്നുണ്ട്. നല്ലൊരു മനോഹരമായൊരു കാഴ്ച തന്നെയാണ്. ഈ സർവീസ് റോഡ് കൂടി പോകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, ഇല്ലാത്ത വർക്കാണ്. വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. അതായത് ഡ്രെയിനേജ് തന്നെ ആയാലും വലിയ രീതിയിലുള്ള കട്ടിങ്സും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഏകദേശം എല്ലാം ലെവൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോ മെയിൻ റോഡിലേക്ക് കടന്നു. മെയിൻ റോഡിലേക്ക് കടക്കുമ്പോൾ നല്ലൊരു മനോഹരമായ കാഴ്ച തന്നെയാണ്. നല്ല വിശാലമായ റോഡ് നമുക്കായി തുറന്നു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വലത് സൈഡിലായിട്ട് ഫ്രിക്ഷൻ പാഡിലെ വർക്കൊക്കെ നടക്കുന്നത് കാണാം. അതിന്റെ മോൾഡും ഇതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിലൂടെ പോകുമ്പോൾ തന്നെ നല്ലൊരു അനുഭൂതിയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ ഇനിയും വർക്കൊക്കെ ചെയ്യാനുണ്ട്. ഫിനിഷിംഗ് വർക്കായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ചെയ്യാൻ ബാലൻസ് ഉള്ളൂ. അതുപോലെ തന്നെ ഇനിയും ഒരു ലെയർ താറിങ്ങും കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ സൈഡിലുള്ള മറ്റേ ക്രാഷ് ബാരിയറിന്റെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഏരിയൽ പാലത്തിന്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഏരിയൽ പാലത്തിന്റെ ഒരു സൈഡ് നമുക്ക് ഓപ്പൺ ആക്കിയിട്ട് അതിലൂടെയാണ് ഇപ്പോൾ വണ്ടിയും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് സർവീസ് റോഡിന്റെ ആദ്യം ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അതിന്റെ മുകളിലായിട്ട് മെയിൻ റോഡിന്റെ ഒരു ചെറിയൊരു ഏരിയ നമുക്ക് ഓപ്പൺ ആക്കി തന്നിട്ടുണ്ട്. ഇപ്പൊ ലെഫ്റ്റ് സൈഡിലായിട്ട് ഏരിയൽ പാലത്തിന്റെ വർക്കും കാര്യങ്ങളൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടുന്ന് അങ്ങോട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ ഇനിയും വർക്ക് നടക്കേണ്ടതായിട്ടുണ്ട്. അതായത് സർവീസ് റോഡായാലും മെയിൻ റോഡായാലും അതിന്റെ വർക്കും കാര്യങ്ങളൊന്നും തന്നെ റെഡി ആയിട്ടില്ല. വേറൊന്നും കൊണ്ടല്ല, ഇവിടെ പാലത്തിന്റെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ടാണ്. ഏകദേശം റോഡ് ഇതാ തൊട്ടടുത്ത് വരെ വന്ന് എത്തി നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോ നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഏരിയയിലാണ് ഇനിയിപ്പോ വർക്കും കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യേണ്ടതായിട്ടുള്ളത്. അത് ഏകദേശം ആ പാലത്തിന്റെ വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷമായിരിക്കും, ഇല്ലെങ്കിൽ അതിന് മുമ്പേ ചിലപ്പോൾ തുടങ്ങാനുള്ള സാധ്യതയുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് റോഡിന്റെ വർക്കെല്ലാം ഏതാണ്ട് കംപ്ലീറ്റ് ആയതാണ്. അതായത് നമ്മുടെ മെയിൻ റോഡായാലും ബാക്കിയുള്ള സർവീസ് റോഡുകളൊക്കെ ആയാലും വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ റോഡിൽ കൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു ഫീലിങ്സ് തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ഇത്രയും വീതിയിൽ വലിയ നമ്മൾ ഇത്രയും കാലം തിരക്കുകളും മറ്റും അനുഭവിച്ചിട്ട് പോയ നമ്മൾ ഇപ്പോൾ തിരക്കൊന്നുമില്ലാതെ ഇത് ഈ റോഡിലൂടെ ഒന്ന് യാത്ര ചെയ്യാൻ അതൊരു പ്രത്യേക ഒരു ഫീലിംഗ് തന്നെയാണ്. നമുക്ക് നോക്കിയാൽ അറിയാം നമ്മുടെ ആ പഴയ നമ്മുടെ നാഷണൽ ഹൈവേ എത്ര ചെറുതാണെന്നും അതുപോലെ തന്നെ നമ്മൾ എത്ര ഇടുങ്ങിയും തിങ്ങിയൊക്കെയാണ് അതിലൂടെ ട്രാഫിക് ജാമൊക്കെ ആയിട്ട് പോയിട്ടുള്ളത്. ഇപ്പോൾ ഇതുവഴി ഇങ്ങനെ കടന്നു പോകുമ്പോൾ പ്രത്യേകിച്ച് വലിയ കുഴപ്പമൊന്നുമില്ലാതെ നല്ല ഫ്രീ ആയിട്ട് നമുക്ക് പോകാൻ പറ്റുന്നുണ്ട്. നമ്മളിപ്പോ CPCRIന്റെ ഫ്രണ്ടിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ സർവീസ് റോഡിൽ കൂടെയാണ് കേട്ടോ ഇപ്പൊ വണ്ടിയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് മുകളിൽ ചെറിയ ചെറിയ വർക്കും കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. ഇപ്പോ ഇവിടെ സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ സെൻട്രലായിട്ടുള്ള മെയിൻ റോഡ് നമുക്ക് ഓപ്പൺ ആക്കി തരാനുള്ള സാധ്യത കൂടിയുണ്ട്. അതിപ്പോൾ നമ്മുടെ ചൗക്കിയിലെ അണ്ടർപാസിന്റെ അവിടെ മെയിൻ റോഡിൽ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ ഇപ്പോ ഇവിടുന്ന് അങ്ങോട്ടുള്ള മെയിൻ റോഡ് ക്ലോസ് ആയിരിക്കുന്നത്. നമ്മുടെ ചൗക്കിയിൽ നിങ്ങൾക്കിപ്പോ നോക്കിയാൽ കാണാം, നമ്മുടെ ആറിയവാളിന്റെ വർക്കാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ആറിയവാളിന്റെ ലെവൽ വരെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിന്റെ മുകളിലായിട്ട് ഫ്രിക്ഷൻ വാളൊക്കെ വരാനുണ്ട്. ആറിയവാള് ചെറിയ ചെറിയ ഫിനിഷിംഗ് വർക്കിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോ ചൗക്കി അണ്ടർപാസിന്റെ അടുത്താണ് എത്തിയിരിക്കുന്നത്. അവിടെ തന്നെ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ആയി പോകുന്നതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഹമ്പും കാര്യങ്ങളൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. അണ്ടർപാസിന്റെ അടിയിൽ കൂടി പെട്ടെന്ന് വരുന്ന വണ്ടിയും നമ്മുടെ ഈ സർവീസ് റോഡിൽ കൂടെ പോകുന്ന വണ്ടിയും തമ്മിലുള്ള ഒരു ആക്സിഡന്റും കാര്യങ്ങളൊക്കെ തന്നെ കുറക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇത് ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു ഹമ്പും കാര്യങ്ങളൊന്നുമല്ല, ഇത് ടെമ്പററി ആയിട്ട് കൊടുത്തിരിക്കുകയാണ്.
നമുക്ക് കാണുന്നത് ഈ ചൗക്കിയുള്ള അണ്ടർപാസ് ആണ്. ഇത് വലിയ അണ്ടർപാസ് ആണ് കേട്ടോ, വലിയ വണ്ടിയും കാര്യങ്ങളൊക്കെ തന്നെ പോകുന്ന അണ്ടർപാസ് ആണ്. അതുപോലെ തന്നെ അതിന്റെ ഇപ്പർ സൈഡിലായിട്ടും ആറിബണിന്റെ വർക്കും കാര്യങ്ങളൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന്റെ ടോപ്പ് എത്തിയിട്ടില്ല, ഇവിടുന്ന് അങ്ങോട്ടൊക്കെ വലസലായിട്ട് ആറിവേള ഉയർത്തിക്കൊണ്ടുവരേണ്ട ഒരു പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമ്മളിപ്പോ സർവീസ് റോഡ് കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഏരിയയിലായിട്ട് മെയിൻ റോഡിന്റെ വർക്ക് കാര്യമായിട്ട് തന്നെ നടക്കുന്നുണ്ട്. ഈ നമ്മുടെ അണ്ടർപാസിന്റെ അടുത്തുള്ള ഈ വർക്കും കാര്യങ്ങളൊക്കെ തന്നെ ഏതാണ്ട് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ദൂരം മെയിൻ റോഡ് കൂടെ സഞ്ചരിക്കാൻ പറ്റും. ഈ റോഡും കൂടി ഓപ്പൺ ആയി കഴിഞ്ഞാൽ സർവീസ് റോഡ് പിന്നെ നമുക്ക് യാത്ര ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ലോങ് പോകുന്ന ആൾക്കാർക്ക് മുകളിൽ കൂടെ സഞ്ചരിക്കാവുന്നതായിരിക്കും ബെറ്റർ. നമുക്കറിയാം, നമ്മുടെ കേരളത്തിന്റെ ആദ്യ റീച്ചായ ഈ തലപ്പാടിൽ നിന്ന് ചെങ്കള വരെയുള്ള റീച്ചിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഏതാണ്ട് നല്ല സ്പീഡിൽ, നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ വർക്ക് നടക്കുന്നതിൽ വെച്ച് നല്ലൊരു സ്പീഡിൽ തന്നെയാണ് ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത വർക്കും കൂടിയാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെയൊക്കെ നമ്മുടെ മെയിൻ റോഡ് നല്ല രീതിയിൽ വർക്കും കാര്യങ്ങളൊക്കെ തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ മെയിൻ റോഡ് അതുപോലെ തന്നെ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ടുള്ള സർവീസ് റോഡിന്റെ വർക്കും കംപ്ലീറ്റ് ആയതാണ്. ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ സർവീസ് റോഡിന്റെ വർക്കും കാര്യങ്ങളൊക്കെ തന്നെ ഇനി ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് റെയിൽവേയുടെ ട്രാക്ക് അടുത്തുകൂടി പോകുന്നതുകൊണ്ട് തന്നെ അവിടെ എന്തോ അതിന്റെ ഭാഗമായിട്ടാവണം ഇപ്പോ സർവീസ് റോഡിന്റെ വർക്കും കാര്യങ്ങളും തന്നെ നടന്നിട്ടില്ല. ബാക്കി ഇപ്പോ പറയുകയാണെങ്കിൽ ഈ മെയിൻ റോഡ് രണ്ട് സൈഡിലും കഴിഞ്ഞു. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലുള്ള സർവീസ് റോഡും മൊത്തമായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് നോക്കിയാൽ കാണാം സർവീസ് റോഡൊന്നും തന്നെ റെഡി ആയിട്ടില്ല. തൊട്ടടുത്ത് കൂടെ റെയിൽവേ ട്രാക്കും പോകുന്നുണ്ട്. അപ്പോൾ റെയിൽവേയുടെ പ്രോപ്പർട്ടികളുടെ അങ്ങനത്തെ ഒരു പ്രശ്നമാവാനാണ് സാധ്യത. ഇവിടെ നിന്ന് അങ്ങോട്ട് മെയിൻ റോഡ് ബ്ലോക്ക് ആയിരിക്കുകയാണ്. കാരണം അവിടെ ഒരു ചെറിയൊരു അണ്ടർ പാസേജ് വരുന്നുണ്ട്. നമ്മുടെ നേരത്തെ ചൗക്കി കണ്ട പോലുള്ള വലിയൊരു രീതിയിലുള്ള അണ്ടർ പാസ് ഒന്നല്ല ഇത്. ചെറിയ കാറുകൾക്കും മറ്റേ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു അണ്ടർ പാസിന്റെ വർക്കും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ നടന്നു വരുന്നുണ്ട്. ഇവിടെ ഇപ്പോ ടാറിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ ചെയ്ത് സെറ്റാക്കി വരുന്നുണ്ട് നമ്മുടെ മെയിൻ റോഡിലായിട്ട്. അതിന്റെ വർക്കും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇപ്പൊ നടക്കുന്നത്. നമ്മളിപ്പോ ഏതാണ്ട് മൊഗ്രാൽ പാലത്തിന്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. മൊഗ്രാൽ പാലത്തിന്റെ വർക്കും നല്ല രീതിയിൽ തന്നെയാണ് ഇപ്പൊ നടന്നു വരുന്നത്. ഇതാണ് നമ്മുടെ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ ചെറിയ വണ്ടിയൊക്കെ പോകുന്ന ഈ അണ്ടർ പാസ്. ഇതുവഴി നമ്മുടെ കാറും അങ്ങനത്തെ വണ്ടി മാത്രമേ പോകൂ. വലിയ സ്കൂൾ ബസ്സും കാര്യങ്ങളൊന്നും ഇതുവഴി പോകില്ല. ഇവിടെയും ചെറുതായിട്ടൊരു ഹമ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വണ്ടികളൊക്കെ ഇപ്പൊ പോകുന്നതുകൊണ്ട് തന്നെ ആക്സിഡന്റും കാര്യങ്ങളൊക്കെ തന്നെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഇപ്പോൾ ഫ്രിക്ഷൻ വാളിന്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ റോഡിന്റെ ടാറിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ഈ മെയിൻ റോഡിൽ, ഈ സൈഡിലായിട്ട് മെയിൻ റോഡിൽ നടന്നു വരുന്നുണ്ട്. ഈ ഒരു സമയമാണ് നമുക്ക് ഇവിടെ വർക്ക് ചെയ്യാനുള്ള ഏറ്റവും നല്ല അനുയോജ്യമായ ഒരു സമയം. കാരണം മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ നിന്നൊക്കെ വർക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. മണ്ണൊക്കെ ചെളിയായി ആകെ ഇതാകും. ഇവിടുന്ന് അങ്ങോട്ട് റോഡിന്റെ വർക്കിപ്പോ കാര്യമായിട്ട് പറയുകയാണെങ്കിൽ സർവീസ് റോഡും അതുപോലെ തന്നെ മെയിൻ റോഡിന്റെ വർക്കും പ്രധാനമായിട്ടും നടക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മൊഗ്രാൽ പാലത്തിന്റെ വർക്ക് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അതിന് കറക്റ്റ് ആയിട്ടാണ് നമ്മുടെ ഈ റോഡും പാലത്തിന്റെ വർക്ക് തീരുന്നതിനനുസരിച്ചിട്ട് ഈ പാലത്തിലേക്ക് കറക്റ്റ് അലൈൻമെന്റിലാണ് ഈ റോഡിനെ കൊണ്ടുപോകുക. അത് നമ്മുടെ മൊഗ്രാൽ പാലം മാത്രമല്ല, നമ്മുടെ ഏതൊരു പാലെടുത്ത് നോക്കിയാലും, നമ്മളിപ്പോ സിറിയ പാലായാലും ഇപ്പൊ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന മൊഗ്രാൽ പാലായാലും എല്ലാ പാലത്തിന്റെയും ഇരുവശങ്ങളിലായിട്ട് ചെറിയൊരു ഏരിയയിൽ വർക്ക് നടക്കാണ്ട് നിൽക്കുന്നുണ്ടാവും. അത് ഈ പാലത്തിന്റെ വർക്ക് കംപ്ലീറ്റ് ആയി വരുന്നതോടുകൂടി തന്നെ ആ വർക്കും കംപ്ലീറ്റ് ആയി പാലത്തിനെ തമ്മിൽ മുട്ടിച്ച് അത് യാത്രായോഗ്യമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പൊ മൊഗ്രാൽ പാലത്തില് കാര്യമായിട്ടുള്ള വർക്ക് ഇപ്പം ഫൈനല് ലാസ്റ്റ് ലെവലിലുള്ള വർക്ക് ഇപ്പം കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മൊഗ്രാൽ പാലത്തിന്റെ ഈ സൈഡിലായിട്ട് ഇപ്പോ
ഇടത് സൈഡിൽ നമുക്ക് കാണാം റീറ്റെയിൻ വാളിന്റെ വർക്ക് നടന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ വലത് സൈഡിലും റീറ്റെയിൻ വാളിന്റെ വർക്ക് നടന്നു വരുന്നുണ്ട്. പാലത്തിന്റെ വർക്ക് ഏതാണ്ട് കഴിയാറാവും തോറും ഇവിടെ വർക്കും പാലത്തിന്റെ വർക്കും അതേ ഒരു ടൈമിങ്ങിൽ റെഡി ആയിക്കൊണ്ടിരിക്കും. മൊഗ്രാൽ പാലം കഴിഞ്ഞിട്ടുള്ള ഈ ഏരിയകളിൽ റോഡ് നല്ല രീതിയിൽ ഉയർന്നിട്ടാണ് പോകുന്നത്. അതിന്റെ ഇപ്പൊ വർക്ക് ചെറിയ ചെറിയ രീതിയിലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ കാര്യമായിട്ടുള്ള വർക്കും കാര്യങ്ങളൊന്നും ഇപ്പൊ ഇവിടെ നടക്കുന്നില്ല. വർക്ക് നടക്കുന്നുണ്ടോന്ന് ചോദിച്ചാൽ വർക്ക് നടക്കുന്നുണ്ട്. സൈഡിലായിട്ട് ആറിവാളിന്റെ വർക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്. ആറിവാള് മണ്ണിട്ട് ഉയർത്തി കൊണ്ടുവരണം. നമ്മളിപ്പോ മൊഗ്രാൽ ടൗണിനടുത്ത് എത്താറായിട്ടുണ്ട്. ഈ ടൗണിനടുത്ത് സർവീസ് റോഡിന്റെ വർക്ക് കംപ്ലീറ്റ് ആയതാണ്. സർവീസ് റോഡിൽ കൂടെയാണ് ഇപ്പൊ വണ്ടിയും കാര്യങ്ങളൊക്കെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. വലത് സൈഡിലായിട്ട് നമുക്ക് ആറിവാളിന്റെ വർക്കും കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നത് കാണാം. നമ്മുടെ മൊഗ്രാൽ അണ്ടർപാസിന്റെ അടുത്തേക്ക് കയറിപ്പോകുന്ന ആറിവാളാണിത്. ഓരോ അണ്ടർപാസ് എത്തുമ്പോഴും നമ്മൾ ഇതുപോലുള്ള ആറിവാളുകൾ കാണാറുണ്ട്. നമ്മുടെ ഒരു ഷോർട്ട് വീഡിയോയിൽ ചെയ്തിരുന്നു ഈ ആറിവാള് എങ്ങനെയാണ് ഇവിടെ മറിഞ്ഞു വീഴാതെ നിർത്തിയിരിക്കുന്നതെന്ന്. സംഭവം വളരെ സിമ്പിളാണ്. ഇതിനെ ഒരു ബെൽറ്റ് ഉപയോഗിച്ചിട്ട് ഓരോ ഘട്ടമായിട്ടാണ് ഇതിനെ നിർത്തിയിരിക്കുന്നത്. ഇത് മറിഞ്ഞു വീഴുവൊന്നില്ല. നമ്മുടെ മൊഗ്രാലുള്ള അണ്ടർപാസ് ആണ് വലത് സൈഡിലായിട്ട് കാണുന്നത്. വലിയൊരു അണ്ടർപാസ് തന്നെയാണ്. എല്ലാ വണ്ടികൾക്കും അതുവഴി കടന്നു പോകാം. അണ്ടർപാസിലേക്കുള്ള ഹൈറ്റ് വരുന്ന ഏരിയകളിലാണ് ഇതുപോലുള്ള ആറിവാളുകൾ സെറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഇവിടെ ഇപ്പോൾ മൊഗ്രാൽ അണ്ടർപാസിലെ ആ ഏരിയയിലേക്ക് പോകുന്ന ആറിവാളിന്റെ വർക്കാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് സർവീസ് റോഡിൽ കൂടിയാണ്. സർവീസ് റോഡ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് മൊഗ്രാൽ കഴിഞ്ഞിട്ട് കുമ്പളയിലേക്കുള്ള ഏരിയയിലാണ്. ഇവിടെയൊക്കെ തന്നെ വർക്ക് നല്ല രീതിയിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കുമ്പള ഏരിയകളിലായിട്ട് മെയിൻ റോഡിലൊക്കെ നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ തന്നെ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം നമ്മുടെ 2025 നമ്മുടെ ഈ ആറുവരുടെ കംപ്ലീറ്റ് വർക്കും തീർക്കണമെന്നാണ് നമ്മുടെ ഈ കരാറൊക്കെ പറഞ്ഞിട്ടുള്ളത്. പക്ഷെങ്കിൽ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ എങ്ങനെയാണെന്നറിയില്ല. ഈ ഫസ്റ്റ് റീച്ചിൽ എന്തായാലും 2025 തന്നെ നമുക്ക് മൊത്തത്തിൽ ഈ റോഡിലൂടെ സഞ്ചരിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഏതാണ്ട് വർക്കും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മളിപ്പോ കുമ്പള നിന്നുള്ള, അതായത് മൊഗ്രാലിൽ നിന്ന് കുമ്പളയിലേക്ക് പോകുന്ന ഈ ഏരിയയിലാണ്. ഏകദേശം കുമ്പള അടുത്തെത്താറായിട്ടുണ്ട്. ഇവിടെയൊക്കെ റോഡിന്റെ പണി നോക്കിയാൽ തന്നെ കാണാം. സൈഡിലൊക്കെ ക്രാഷ് ബാരിയറൊക്കെ പെയിന്റ് ഒക്കെ അടിച്ച് നല്ല സീബ്ര ലൈനിൽ നല്ല കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. സെന്ററിലൊക്കെ ആയിട്ട് ഇനി പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തു വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റിന്റെ വർക്കും കാര്യങ്ങളൊക്കെ തന്നെ നടന്നു വരുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിലായിട്ട് കുറച്ച് ഏരിയകളായിട്ട് തന്നെ സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ തന്നെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ റീച്ചിന്റെ മെയിൻ ഓഫീസാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്നത്. നമ്മുടെ ഈ ഊരാളുങ്കലിന്റെ ഓഫീസാണ് ഈ ആറുവരിപ്പാതയുടെ മെയിൻ ഓഫീസ്, അതായത് ഹെഡ് ഓഫീസാണ്. ഈ ഏരിയയിൽ തന്നെ നമ്മുടെ മെയിൻ റോഡ് ക്ലോസ് ആയിട്ടിരിക്കുകയാണ്. അത് കുമ്പള വലിയൊരു അണ്ടർ പാസേജ് വരുന്നുണ്ട്. അത് ഗർഡർ ടൈപ്പാണ്. അപ്പോൾ അതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നതിനാൽ നമ്മുടെ മെയിൻ റോഡ് ബ്ലോക്ക് ആയിട്ടിരിക്കുകയാണ്. അതിന്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സർവീസ് റോഡ് നമുക്ക് ഗതാഗത യോഗ്യമായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട്. സർവീസ് റോഡിന്റെ എല്ലാ ഭാഗങ്ങളിലായിട്ട് ഒരു ഫൈനൽ ടാറിങ് കൂടെ ഇനി വരാനുണ്ട്. ഈ ഏരിയയിലായിട്ട് നമ്മുടെ മെയിൻ റോഡ് നല്ല രീതിയിൽ പൊങ്ങിയാണ് പോകുന്നത്. വലത് സൈഡിലായിട്ട് അതിന്റെ ഒരു സൈഡ് മണ്ണൊക്കെ ഇട്ട് ഫോർമേഷൻ ചെയ്ത് പൊക്കി വെച്ചതായിട്ട് കാണാം. നമ്മുടെ കുമ്പളയുള്ള അണ്ടർ പാസേജിലേക്കുള്ള ഒരു ഹൈറ്റ് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട്. സർവീസ് റോഡ് എന്തായാലും താഴ്ന്നു തന്നെയാണ് പോകുന്നത്. അതിന്റെ ഭാഗമായിട്ട് അണ്ടർപാസിന്റെ ഭാഗമായിട്ട് ഇവിടെ ആറിവാളിലെ വർക്കും കാര്യങ്ങളൊക്കെ തന്നെ നടന്നു വരുന്നുണ്ട്. നമ്മളിപ്പോ ഏകദേശം കുമ്പള ടൗണിന്റെ അടുത്തായിട്ട്
എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ തന്നെ മെയിൻ റോഡിന്റെ വർക്കും കാര്യങ്ങളും തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സർവീസ് റോഡിന്റെ വർക്ക് ഏതാണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഫ്രണ്ടിലായിട്ട് കാണാൻ കഴിയുന്നുണ്ട് നമ്മുടെ കുമ്പളയുള്ള അണ്ടർപാസിന്റെ വർക്കും കാര്യങ്ങളൊക്കെ തന്നെ. ഇത് വലിയൊരു അണ്ടർപാസ് ആണ്, അതായത് ഗർഡർ ടൈപ്പ് അണ്ടർപാസ് ആണ്. ഇതേ ഒരു ടൈപ്പ് ഉള്ളത് നമ്മുടെ വിദ്യാനഗറാണ്. വിദ്യാനഗറും ഇതേ ഗർഡർ ടൈപ്പ് അണ്ടർപാസ് ആണ് വരുന്നത്. ഏകദേശം നല്ല വലിയ സൗകര്യങ്ങളൊക്കെ തന്നെയുള്ള ഒരു അണ്ടർപാസയാണ്. അതിന്റെ ഭാഗമായിട്ട് തന്നെ ഇവിടെ ഒരുപാട് വർക്കും കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ നടക്കുന്നുണ്ട്. സർവീസ് റോഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ മെയിൻ റോഡിന്റെ വർക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് നടന്നു വരുന്നത്. നമുക്കറിയാം ടൗൺ ഏരിയ ആയതുകൊണ്ട് തന്നെ ഈ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. ട്രാഫിക്കിന്റെ വിഷയവും അതുപോലെ തന്നെ ഈ മൊത്തത്തിലുള്ളൊരു പ്രശ്നങ്ങൾ. അപ്പോൾ ഇവിടെ നമുക്ക് ട്രാഫിക്കിന്റെ വിഷയം ഒഴിവാക്കാനായിട്ട് സർവീസ് റോഡ് രണ്ടും ഓപ്പൺ ആക്കി വെച്ചിട്ടാണ് മെയിൻ ഗാരേജിന്റെ, അതായത് മെയിൻ റോഡിന്റെ വർക്കും കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നത്. നമ്മളിപ്പോൾ കുമ്പള ടൗണ് കഴിഞ്ഞ് കുമ്പള ബ്രിഡ്ജിനോട് അടുപ്പിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ നല്ല രീതിയിൽ തന്നെ വർക്കും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഇപ്പോൾ സെൻട്രലായിട്ട് നമ്മുടെ ഡൈവേഷന്റെ പരിപാടികളൊക്കെ ചെയ്തു വരുന്നുണ്ട്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ ക്രാഷ് ബാരിയറിന്റെ വർക്കും നടന്നു വരുന്നുണ്ട്. ഇവിടെ ഇപ്പൊ കുമ്പള ബ്രിഡ്ജിനെ പറ്റി പറയുകയാണെങ്കിൽ വൺ സൈഡ് ബ്രിഡ്ജിന്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയി. അതിലൂടെ വണ്ടി ഇപ്പോൾ ഓടിത്തുടങ്ങിയിട്ടുണ്ട്. അത് കുറച്ചു കാലമായി ഇത് ഓപ്പൺ ആക്കി കൊടുത്തിട്ട് അതിനുശേഷം ഇപ്പോൾ ബാക്കിയുള്ള മറ്റ് സൈഡിന്റെ വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് അതിന്റെ ഫയലിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ 6 വരിയുടെ വൺ സൈഡിൽ കൂടിയാണ്. ഇനി അപ്പുറത്തെ സൈഡിന്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല വീതിയൊക്കെ തന്നെയുണ്ട് നമ്മുടെ ഈ പാലത്തിന്. 6 വരിയുടെ അതേ വീതി തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കുമ്പള പാലം കഴിഞ്ഞതിന് ശേഷമുള്ള ഈ ഒരു സൈഡ്, അതായത് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സൈഡ് ഇരുവശങ്ങളിലായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട്. ഇതുവഴിയാണ് ഇപ്പോൾ 2 സൈഡിലും വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വലത് സൈഡിലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, അവിടെ വർക്കും കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. നമ്മളിപ്പോ എത്തി നിൽക്കുന്നത് കുമ്പള പാലം കഴിഞ്ഞ് നമ്മുടെ ഹനുമാന്റെ അമ്പലത്തിന്റെ ഏകദേശം ഫ്രണ്ടിലോടടുത്താണ്. നമ്മുടെ ഈ കുമ്പള കോട്ടയൊക്കെ ഈ പരിസരത്താണ് വരുന്നത്. ഇതിപ്പോൾ നമ്മുടെ സർവീസ് റോഡ് കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ മെയിൻ റോഡിലായിട്ട് ഈ പാലത്തിന്റെ ഗർഡറിന്റെ വർക്കും കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടിലായിട്ട് ഒരു അണ്ടർ പാസേജ് കൂടി വരുന്നുണ്ട്. അതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യേണ്ടതായിട്ടുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ സർവീസ് റോഡ് ഫുള്ളായിട്ട് ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ഈ ഫസ്റ്റ് റീച്ചിൽ ഈ 6 വരി പാതയുടെ ഏകദേശം 67% വർക്ക് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോ അടുത്ത മൈൽ സ്റ്റോണിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു റീച്ച് കൂടിയാണിത്. ഇവിടെയൊക്കെ നല്ല സ്പീഡിലാണ് വർക്ക് നടക്കുന്നത്. ഇവിടെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഏരിയ ആദ്യം മൊത്തത്തിലൊരു വയൽ പ്രദേശമായിരുന്നു. ലെഫ്റ്റ് സൈഡിൽ കൂടെ ട്രെയിനൊക്കെ പോകുന്നത് കാണാം. അടുത്തു തന്നെയാണ് റെയിൽവേ ട്രാക്കും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നത്. ഈ ഏരിയയിൽ മൊത്തം ചതുപ്പ് നിലമായതുകൊണ്ട് തന്നെ വർക്ക് കുറച്ചുകൂടി ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. ഈ ചളിയിലൊക്കെ ചളിയൊക്കെ എടുത്തു മാറ്റി അവിടെ മണ്ണൊക്കെ ഇട്ട് ഫോർമേഷനാക്കി കൊണ്ടുവരാൻ നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇവിടെ ഇനി RE1 വർക്കും കാര്യങ്ങളൊക്കെ തന്നെ വരേണ്ടതായിട്ടുണ്ട്. ഫ്രണ്ടിലായിട്ട് നമുക്കൊരു അണ്ടർപാസ് കാണാം. അണ്ടർപാസിന്റെ ഇരുവശങ്ങളിലായിട്ട് RE1 വർക്ക് നടക്കേണ്ടതായിട്ടുണ്ട്. അതിന്റെ വർക്കും കാര്യങ്ങളൊന്നും ഇപ്പൊ തുടങ്ങിയതായിട്ട് കാണുന്നില്ല. സർവീസ് റോഡിന്റെ വർക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ ഈ ഏരിയയിൽ നടന്നു വരുന്നത്. പ്രധാന റോഡിന്റെ വർക്കുകളും കാര്യങ്ങളും തന്നെ തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ ഏതാണ്ട് ഈ ഏരിയയിലാണ് വർക്കും കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നത്. ഇവിടെ വലത് സൈഡിലായിട്ട് റീടേൺ വാളിന്റെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇവിടെ സർവീസ് റോഡിന്റെ വർക്കും കാര്യങ്ങളൊക്കെ തന്നെ നടന്നു വരുന്നുണ്ട്. പ്രധാനമായിട്ടും
ഇവിടെ വർക്ക് നടക്കാത്തതിന്റെ റീസൺ എന്ന് വെച്ചാൽ നമ്മുടെ സിറിയ ബ്രിഡ്ജ് നേരെ ഫ്രണ്ടിലായിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 ബ്രിഡ്ജിന്റെ ഇരുവശങ്ങളിലായിട്ട് വർക്ക് കുറച്ച് ഡള്ളായിരിക്കും. കാരണം പാലത്തിന്റെ അതേ അലൈൻമെന്റിൽ കറക്റ്റ് കൊണ്ടുപോയി മാച്ച് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് തോന്നുന്നു. എന്തായാലും നമ്മളിപ്പോ സിറിയ പാലത്തിന്റെ അടുത്തെത്തിയിട്ടുണ്ട്. സിറിയ പാലത്തിന്റെ സൈഡുകളിലായിട്ട് വർക്കും കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നത് നമുക്ക് കാണാം. നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പഴയ സിറിയ പാലത്തിന്റെ മുകളിൽ കൂടിയാണ്. അവിടെ എന്തായാലും ഈ ഗർഡറിന്റെ വർക്കും കാര്യങ്ങളൊക്കെ തന്നെ കഴിഞ്ഞതാണ്. ഇപ്പോൾ അതിന്റെ സ്ലാബിന്റെ വർക്കും കാര്യങ്ങളൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിപ്പോ സിറിയ പാലം കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ സിറിയ പാലത്തിന്റെ വർക്കേഴ്സിന്റെ ലേബർ ഷെട്ടും കാര്യങ്ങളൊക്കെ തന്നെ കാണാം. അതുപോലെ സിറിയ പാലം കഴിഞ്ഞതിന് ശേഷമുള്ള റോഡിന്റെ ഏരിയ മണ്ണൊക്കെ ഇട്ട് ഫോർമേഷൻ ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവിടെയൊക്കെ ഫസ്റ്റ് ഒരു നല്ല ചളിയൊക്കെ നിറഞ്ഞുള്ള ചതുപ്പ് നിലങ്ങളായിരുന്നു. അതൊക്കെ മണ്ണൊക്കെ ഇട്ട് സെറ്റാക്കി കൊണ്ടുവന്നതാണ്. അതുപോലെ തന്നെ നല്ലൊരു ഹൈറ്റും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട് ഈ ഏരിയയിൽ. നമുക്ക് സൈഡിലായിട്ട് റീടേൺ വാള് ചെയ്ത് പോകുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ആ ഒരു ഹൈറ്റിലായിരിക്കും ഇവിടെ റോഡിന്റെ ഹൈറ്റ് വരുന്നത്. ഈ സിറിയ പാലം കഴിഞ്ഞുള്ള പെട്രോൾ പമ്പ് കഴിഞ്ഞതിന് ശേഷം റൈറ്റ് സൈഡിലായിട്ട് റോഡൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അത് ഇപ്പോൾ ഓപ്പൺ ആക്കിയിട്ടില്ല. അത് ഓപ്പൺ ആക്കിയതിന് ശേഷം നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ റോഡിന്റെ വർക്കും കാര്യങ്ങളൊക്കെ ഇവിടെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. അതൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ റൈറ്റ് സൈഡിലെ റോഡ് ഏതാണ്ട് റെഡിയാക്കി വരുന്നുണ്ട്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഹൈറ്റൊക്കെ കട്ട് ചെയ്ത് പോകാൻ ഉള്ളതാണ്. ഇവിടെയും അതുപോലെ തന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് മെയിൻ റോഡിന്റെ വർക്കും കാര്യങ്ങളും തന്നെ ചെയ്തിട്ടുണ്ട്. സർവീസ് റോഡിന്റെ വർക്ക് ഇവിടെ നടന്നിട്ടില്ല. സർവീസ് റോഡിന്റെ അവിടെ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെങ്കിൽ സർവീസ് റോഡ് അത് ചെയ്തിട്ടില്ല, എന്താണെന്നറിയില്ല. ഇവിടെയും സെൻട്രലുള്ള ഡൈവേഷനും കാര്യങ്ങളൊക്കെ തന്നെ വെച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ കുമ്പളൊക്കെ കണ്ട പോലെ പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യണം. ഇവിടെ സെൻട്രലൊന്നും ക്രാഷ് ബാരിയറോ അങ്ങനത്തെ ഒന്നും ഡൈവേഷനൊന്നും വെച്ചിട്ടില്ല. അതിപ്പോൾ അതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ തന്നെ ഇനി നടക്കേണ്ടതായിട്ടുണ്ട്. പ്രധാനമായിട്ടും ഇവിടെ ഇപ്പോൾ നമ്മുടെ മെയിൻ റോഡിന്റെ വർക്ക് നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് റെഡിയാക്കി വരുന്നുണ്ട്. ആ ഏരിയ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇത് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ വഴി അപ്പുറത്തോട്ട് മാറ്റിയതിന് ശേഷം ഈ സൈഡിലുള്ള വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് വർക്കും കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. ഇവിടെയും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ സെൻട്രലായിട്ടുള്ള റോഡിനെ ഡൈവേഷൻ ചെയ്യുന്ന ആ ക്രാഷ് ബാരിയറും കാര്യങ്ങളൊക്കെ തന്നെ ഇനിയിപ്പോൾ വെക്കേണ്ടതായിട്ടുണ്ട്. തൽക്കാലം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. അതൊക്കെ ലൈനാക്കി സെറ്റ് ചെയ്ത് കൊണ്ടുവരാനുള്ള വർക്കും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. നമ്മുടെ ഈ ഫസ്റ്റ് റീച്ചിൽ ഏകദേശം നല്ല രീതിയിൽ തന്നെ വർക്കും കാര്യങ്ങളൊക്കെ തന്നെ നടന്നിട്ടുണ്ട്. ഞാൻ ഏകദേശം വടകരക്കടുത്താണ് എൻ്റെ വീട്. ഞങ്ങളുടെ ഈ വടകര ടൗണിലും ഏരിയയിലൊന്നും കാര്യമായിട്ടുള്ള വർക്കിന് വലിയ പുരോഗമനമൊന്നും പറയാൻ പറ്റില്ല. ചെറുതായിട്ട് അവിടെ ഇവിടെയായിട്ട് കുറച്ച് സർവീസ് റോഡും കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. അല്ലാതെ പ്രത്യേകിച്ചുള്ള വർക്കും കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നില്ല. നമ്മുടെ ഈ ഏരിയയിലാണ്, അതായത് ഫസ്റ്റ് റീച്ചായ ഈ തലപ്പാടി മുതൽ ഈ ചെങ്കള വരെയുള്ള ഈ ഫസ്റ്റ് റീച്ചിലാണ് അധികവും നല്ല രീതിയിലുള്ള വർക്കും കാര്യങ്ങളൊക്കെ തന്നെ കണ്ടത്. മറ്റുള്ള സ്ഥലങ്ങളിൽ അങ്ങനെ ഇല്ല എന്നല്ല, പക്ഷെ ഞാൻ വടകരയാണ്. എൻ്റെ നാട്ടിലൊന്നും അങ്ങനെ കാര്യമായിട്ടുള്ള വർക്കും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. വടകര ടൗണിലൊന്നും ഇപ്പോൾ ഫയലിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, തുടങ്ങിയിട്ടേ ഉള്ളൂ. അതും വലിയ രീതിയിലുള്ള സ്പീഡും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. നമ്മളിപ്പോ ഏതാണ്ട് ഈ ബന്ദിയോട് എത്താറായിട്ടുണ്ട്. ബന്ദിയോട് നമ്മുടെ ഈ റോഡ് താഴ്ന്നാണ് പോകുന്നത്. നല്ല രീതിയിൽ നമ്മുടെ ഒസങ്ങടി ടൗണിലുള്ളത് പോലെ തന്നെ
നല്ല രീതിയിൽ താഴ്ന്നിട്ടാണ് റോഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ വർക്ക് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതിന്റെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ഇപ്പോൾ നല്ല രീതിയിൽ വല സൈഡിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നല്ല താഴ്ചയിൽ കുഴിയൊക്കെ എടുത്ത് നമ്മുടെ മെയിൻ റോഡ് അതുവഴിയാണ് കടന്നു പോകുന്നത്. സർവീസ് റോഡ് ഇതുവഴി തന്നെയാവും കടന്നു പോകുന്നത്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഡ്രെയിനേജും കാര്യങ്ങളൊക്കെ തന്നെ സെറ്റാക്കി വെച്ചത് കാണാം. അപ്പോൾ അതുവഴി തന്നെ ഈ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ സർവീസ് റോഡ് ഇത് പെർമനന്റ് ആയിട്ടുള്ള റോഡാണ്. മെയിൻ റോഡ് താഴെ കൂടിയാണ് പോകുന്നത്. അതിന്റെ വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. മന്തിയോട് കഴിഞ്ഞിട്ടുള്ള ഈ ഏരിയകളിൽ മെയിൻ റോഡ് താരിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല അതിന്റെ ഫിനിഷിങ്ങും വർക്കും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സർവീസ് റോഡ് ഏതാണ്ട് എല്ലാ സ്ഥലങ്ങളിലും കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. നമ്മളിപ്പോ അധിക ഏരിയകളിലും സർവീസ് റോഡ് കംപ്ലീറ്റ് ആക്കിയതിനു ശേഷമാണ് മെയിൻ ഗെയിന്റെ വർക്കും കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നത്. ഏതാണ്ട് എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ മെയിൻ റോഡ് കംപ്ലീറ്റ് ആയി വരുന്നുണ്ട്. ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് വിട്ടുപോയിട്ടുള്ളൂ. അത് വിട്ട ഭാഗം പൂരിപ്പിക്കുന്ന പോലെ അതിന്റെ വർക്കും പെട്ടെന്ന് തന്നെ തീർക്കുന്നതായിരിക്കും. ഈ സർവീസ് റോഡ് മൊത്തമായിട്ട് നമ്മൾ ഈ ടോപ്പ് ലെയർ താറിങ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഒരു ഫസ്റ്റ് ലെയർ താറിങ് ആണ് ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സർവീസ് റോഡ് 2 ലെയർ ആയിട്ട്, അതായത് DBM BC അങ്ങനത്തെ ഒരു ലെവലിലാണ് സർവീസ് റോഡ് പോകുന്നത്. നമ്മുടെ മെയിൻ റോഡ് DBM 2 സ്റ്റെപ്പായിട്ട് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ടോപ്പ് ലെയർ BC വലിക്കുന്നതായിരിക്കും. അതും ടോപ്പ് ലെയറിന് പ്രത്യേകം താറിങ് ഒക്കെ വ്യത്യാസം ഉണ്ടാവും. റബ്ബറൈസ്ഡ് താറിങ് ഒക്കെ ആയിരിക്കും. അതിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങളും കാര്യങ്ങളും ഉണ്ടാവും ഫൈനൽ ഫിനിഷിംഗ് ആയതുകൊണ്ട് തന്നെ. നമ്മളിപ്പോൾ ഏതാണ്ട് ഉപ്പള ടൗണിന് അടുത്തെത്താറായിട്ടുണ്ട്. ഉപ്പള ടൗണല്ല, ഈ മംഗൾപാടി അതിനടുത്ത് എത്താറായിട്ടുണ്ട്. അവിടെ എത്തും മുമ്പിട്ട് ചെറിയൊരു ബ്രിഡ്ജ് വരുന്നുണ്ട്. ആ ചെറിയൊരു ബ്രിഡ്ജ് ഈ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ സർവീസ് റോഡ് പണി കഴിഞ്ഞതിന് ശേഷം 2 സൈഡിലായിട്ട് സർവീസ് റോഡിന്റെ വർക്ക് ചെയ്തതിന് ശേഷം വണ്ടി കടന്നു പോകുന്നുണ്ട്. ഇനിയിപ്പോൾ മെയിൻ റോഡിലുള്ള ആ ബ്രിഡ്ജിന്റെ വർക്കും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ സ്ഥലം നമ്മൾ ഇപ്പോൾ മംഗൾപാടി എത്തും മുമ്പിട്ടാണ്. ഇവിടെയൊക്കെ ഇനിയിപ്പോൾ ഈ സൈഡിലുള്ള ക്രാഷ് ബാരിയറിന്റെ വർക്ക് കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ലാത്ത ബാക്കിയുള്ള വർക്കൊക്കെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സെൻറ്ററിലെ നോക്കുകയാണെങ്കിൽ നമ്മുടെ മെയിൻ റോഡും അതുപോലെ തന്നെ റൈറ്റ് സൈഡിലുള്ള സർവീസ് റോഡൊക്കെ നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഈ സർവീസ് റോഡ് നല്ല ഏകദേശം അത്യാവശ്യം വീതി തന്നെയാണ് പോകുന്നത്. ചില സ്ഥലങ്ങളിൽ സർവീസ് റോഡിന് വീതി കുറയുന്നതായിട്ട് കണ്ടു. ചിലപ്പോൾ സ്ഥലത്തിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടാവണം. ഇവിടെ എന്തായാലും പ്രത്യേകിച്ച് സ്ഥലം ഒരുപാടുള്ളത് കൊണ്ട് തന്നെ നല്ല വീതിയും കാര്യങ്ങളൊക്കെ തന്നെ കാണുന്നുണ്ട്. എനിക്കൊന്നു സൈഡിലത്തെ മൊത്തം വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് കൊണ്ടാവണം നല്ല രീതിയിൽ വീതി തോന്നിക്കുന്നത്. നമ്മളിപ്പോൾ മംഗൾപാടി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിനടുത്ത് എത്താറായിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്നത് നമ്മുടെ മംഗൾപാടി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളാണ്. അവിടെയൊക്കെ തന്നെ സർവീസ് റോഡിന്റെ വർക്ക് കംപ്ലീറ്റ് ആയി. അതുപോലെ തന്നെ മെയിൻ റോഡിന്റെ വർക്കും കംപ്ലീറ്റ് ആയതാണ്. നമ്മളിപ്പോൾ കറക്റ്റ് മംഗൾപാടിയാണുള്ളത്. മംഗൾപാടിയിൽ നിന്ന് ഉപ്പളയിലേക്ക് പോകുന്ന വഴിയാണ്. ഇവിടെയൊക്കെ മെയിൻ റോഡിന്റെ വർക്കും അതേപോലെ തന്നെ സർവീസ് റോഡിന്റെ വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ലാസ്റ്റ് വരുന്നത് ഫിനിഷിംഗ് വർക്കും കാര്യങ്ങളൊക്കെ തന്നെയാണുള്ളത്. ഒരു വലിയ ലോറികൾ ഇങ്ങനെ പോകുമ്പോൾ 2 വലിയ വണ്ടികൾക്ക് ഒരേ സമയം കടന്നു പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. നമ്മളിപ്പോൾ മംഗൾപാടി കഴിഞ്ഞ് ഉപ്പള ടൗണിലേക്ക് കടക്കുന്ന ഒരു സ്ഥലത്താണ്, പ്രവേശനത്തിലാണ്. അപ്പോൾ ഇവിടെയൊക്കെ മുകളിലായിട്ട് നമുക്ക് കാണാം ക്രാഷ് ബാരിയറിന്റെ വർക്കും അതുപോലെ തന്നെ ഇവിടെ ഒരു അണ്ടർപാസ് വരുന്നുണ്ട്. അതിന്റെ വർക്കൊക്കെ ഇപ്പോൾ നടക്കേണ്ടതായിട്ടുണ്ട് മെയിൻ റോഡിലെ. അതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മുകളിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നമ്മുടെ സൈഡിലുള്ള ക്രാഷ് ബാരിയറിന്റെ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ തന്നെ ഇനി ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ ഇവിടെ നിന്ന് അങ്ങോട്ട്
ഈ മെയിൻ റോഡിൻ്റെ വർക്ക് നടക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഉപ്പള ടൗണിൽ ഒരു ഇപ്പോൾ ഒരു ഫ്ലൈ ഓവർ വരുന്നുണ്ട്. അത് ആദ്യത്തെ ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഇല്ലാത്തൊരു ഫ്ലൈ ഓവർ ആയിരുന്നു. അപ്പോൾ അതിന് ശേഷം പുതുതായിട്ട് വന്ന ഒരു ഫ്ലൈ ഓവറാണ് നമ്മുടെ ഉപ്പള ഫ്ലൈ ഓവർ. അതിൻ്റെ വർക്ക് നടക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഉപ്പളയിൽ കാര്യമായിട്ടുള്ള വർക്കും സെൻട്രൽ മെയിൻ റോഡിൻ്റെ വർക്കും കാര്യങ്ങളൊന്നും ഇപ്പോൾ കാര്യമായിട്ട് നടക്കുന്നില്ല. ഡ്രെയിനേജിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ തന്നെ സൈഡിൽ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ റീടേൺ വാളിൻ്റെ വർക്കൊക്കെ ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അത് ഫോർമേഷൻ അതൊക്കെ ചെയ്ത് വരുന്നുണ്ട്. നമ്മുടെ ഉപ്പള ടൗൺ എന്ന് പറയുന്നത് അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ തന്നെയുള്ള ഒരു ടൗൺ ആണ്. ഇതിൻ്റെ ഇവിടെ ഒരു ഫ്ലൈ ഓവർ അത് ഉള്ളത് കൊണ്ട് തന്നെ ഈ റോഡിൻ്റെ പഴയ ഡ്രോയിങ് ഇതൊക്കെ മാറി പുതിയൊരു രീതിയിലായിരിക്കും ഇവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറച്ച് ഏരിയയിലായിട്ട് ഈ റോഡിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നടന്നിട്ടില്ല. ഇപ്പം മെയിനായിട്ട് ഈ ഫ്ലൈ ഓവറിൻ്റെ വർക്ക് നടക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഫ്ലൈ ഓവറിൻ്റെ ഗർഡർ പൊക്കിയെടുത്ത് കൊണ്ടുപോകാനുള്ള സെറ്റപ്പൊക്കെ നമുക്ക് വലത് സൈഡിലായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിലായിട്ട് സർവീസ് റോഡിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ വലത് സൈഡിലായിട്ട് ഒരുപാട് ഗർഡർ ഇവിടെ പാലത്തിൻ്റെ ഉപ്പള ഫ്ലൈ ഓവറിൻ്റെ ഗർഡറുകൾ ഇവിടെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിരിക്കുന്നത് കാണാം. അതുപോലെ തന്നെ ഉപ്പള ഫ്ലൈ ഓവറിൻ്റെ പില്ലറുകളൊക്കെ തന്നെ വർക്ക് കഴിഞ്ഞ് തലയുയർത്തി നിൽക്കുന്നതും നമുക്ക് വലത്ത് സൈഡിലായിട്ട് കാണാം. അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷമാണ്, അതിലൂടെ വണ്ടിയൊക്കെ പോയതിന് ശേഷമാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഏരിയയിൽ ഇതുപോലെ തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ഫ്ലൈ ഓവറിൻ്റെ ഫയലിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റ് നമ്മൾ നിൽക്കുന്നത് ഉപ്പള ടൗണിലാണ്. ഇവിടെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളത് കൊണ്ട് വർക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും അതേപോലെ തന്നെ റിസ്ക്കും കൂടുതലാണ്. എന്നാൽ പോലും വലിയ കുഴപ്പമില്ലാത്ത സ്പീഡിൽ തന്നെ ഇവിടുത്തെ വർക്കും കാര്യങ്ങളൊക്കെ തന്നെ നടന്നു പോകുന്നുണ്ട്. ഉപ്പള ടൗണ് കഴിഞ്ഞതിന് ശേഷമുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ സർവീസ് റോഡിൻ്റെ വർക്ക് അവിടെ ചെറുതായിട്ട് ഡ്രെയിനേജും കാര്യങ്ങളൊക്കെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഫ്ലൈ ഓവറിൻ്റെ ഏരിയക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു സ്ഥലം കഴിഞ്ഞതിന് ശേഷം ഇവിടെ സർവീസ് റോഡും അതേപോലെ തന്നെ മെയിൻ റോഡിൻ്റെ വർക്കും നടക്കുന്നുണ്ട്. ഇപ്പോൾ മെയിൻ റോഡൊക്കെ ടാർ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഇനിയിപ്പോൾ ഈ ക്രാഷ് ബാരിയറിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ തന്നെ, അതായത് വലത്ത് സൈഡിൽ കിടന്ന കമ്പി നെറ്റൊക്കെ കെട്ടിയ ഈ സ്ഥലം കോൺക്രീറ്റ് ചെയ്യേണ്ട വർക്കും കാര്യങ്ങളൊക്കെ തന്നെയാണുള്ളത്. ബാക്കി ഏതാണ്ട് വർക്കും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ കംപ്ലീറ്റ് ആയതാണ്. ഈ ഫ്ലൈ ഓവറിൻ്റെ ഒരു വിഷയമുള്ളത് കൊണ്ട് തന്നെ മൊത്തത്തിലുള്ള ഡ്രോയിങ്ങും കാര്യങ്ങളൊക്കെ ആ അലൈൻമെൻ്റൊക്കെ അതിലേക്ക് മാറ്റി റീസെറ്റ് ചെയ്താണ് പോകുന്നത്. ആദ്യത്തെ ഇതിൽ നമ്മുടെ ഈ ഉപ്പള ഫ്ലൈ ഓവർ ഇല്ലാത്തത് കൊണ്ട് തന്നെ നിലവിൽ ഉള്ള അലൈൻമെൻറ്റ് ഒന്ന് ചെറുതായിട്ട് ചേഞ്ചൊക്കെ ചെയ്തിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. അതാണ് ആ ഉപ്പള ആ ഏരിയയിൽ വർക്കും കാര്യങ്ങളൊന്നും തന്നെ നടക്കാത്തത്. ഇപ്പോൾ ഫ്ലൈ ഓവറിൻ്റെ ഗർഡറൊക്കെ വെച്ച് സെറ്റാക്കിയതിന് ശേഷം റോഡിൻ്റെ ബാക്കി അങ്ങോട്ടുള്ള വർക്കും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നതായിരിക്കും. ഈ ഏരിയകളിൽ നല്ല ലോങ്ങിൽ തന്നെ നമുക്ക് നോക്കിയാൽ കാണാം ഒരേ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ സർവീസ് റോഡും കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ മെയിൻ റോഡിൻ്റെ വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. രണ്ട് സ്ഥലങ്ങളിലായിട്ടും സർവീസ് റോഡും കാര്യങ്ങളൊക്കെ തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് ചെറുതായിട്ട് നമ്മുടെ ഡൈവേഷൻ മാറിയാണ് പോകുന്നത്. കാരണം ലെഫ്റ്റ് സൈഡിലായിട്ട് ചെറിയ ചെറിയ വർക്കും കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. റൈറ്റ് സൈഡിലുള്ള മെയിൻ റോഡൊക്കെ പണി പൂർത്തിയായതാണ്. അതുപോലെ തന്നെ സർവീസ് റോഡും വർക്ക് പൂർത്തിയായതാണ്. ലെഫ്റ്റ് സൈഡിലൊരു ചെറിയ താറിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആറി വാളിൻ്റെ മുകളിൽ വയ്ക്കുന്ന ഫ്രിക്ഷൻ വാളും സൈഡിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലായിട്ട് ഇവിടെയും സർവീസ് റോഡ് റെഡി ആയിട്ടില്ല. റെയിൽവേയുടെ സ്ഥലത്തിനടുത്ത് കൂടി പോകുന്ന ഏരിയ ഉണ്ടായിരിക്കണം.
ഇവിടേക്ക് സർവീസ് റോഡ് റെഡി ആയിട്ടില്ല. റെയിൽവേൻ്റെ പെർമിഷനോ എന്താ കിട്ടാൻ അങ്ങനെ ഉണ്ടായിരിക്കും. അതാവണം ചിലപ്പോൾ സർവീസ് റോഡിൻ്റെ വർക്ക് അവിടെ ഡിലേ ആയി കിടക്കുന്നത്. നമ്മളിപ്പോൾ ഏകദേശം ഉപ്പള പാലത്തിൻ്റെ അടുത്തെത്താറായിട്ടുണ്ട്. അപ്പോൾ ഈ ഏരിയകളിലും മെയിൻ റോഡിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലുള്ള സർവീസ് റോഡിൻ്റെ ചെറിയൊരു വർക്കാണ് ഇപ്പോൾ പെൻഡിങ് ആയിട്ട് കിടക്കുന്നത്. അതല്ലാതെ ഇവിടെ ഇപ്പോൾ 2 ലെയർ താറിങ്ങും കഴിഞ്ഞ സ്ഥലമാണ് ഇതൊക്കെ. ഇനിയിപ്പോൾ ടോപ്പ് ലെയർ താറിങ്ങും ഒക്കെ വരാനുണ്ട്. ഇപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് വർക്കും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. പെയിൻറ്റിങ് എല്ലാം ചെറുതായിട്ട് സൈഡിൽ ചെയ്ത് വെച്ചിട്ട് കാണാം. ഈ റോഡ് നമ്മളിപ്പോൾ ഇത്രയും ഏരിയയിൽ വന്നിട്ട് ഏകദേശം ഒരുപാട് ഏരിയകളിൽ ഈ മെയിൻ റോഡ് കംപ്ലീറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ചിലയിടങ്ങളിലാണ് നമ്മൾ സർവീസ് റോഡിൽ കയറിയിട്ട് വണ്ടിയിൽ യാത്ര ചെയ്തിട്ടുള്ളൂ. അത് എന്നാൽ പോലും പിന്നെ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത റോഡ് തന്നെയാണ്. എല്ലാ സർവീസ് റോഡ് ഏകദേശം എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഫുള്ളായിട്ട് പണിയൊക്കെ കഴിഞ്ഞ് നല്ല മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെയും ഇതുപോലെ റൈറ്റ് സൈഡിലായിട്ട് ഇപ്പം വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇപ്പോൾ പ്രത്യേകിച്ച് വർക്കൊന്നും നടന്നിട്ടില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ എല്ലാ ബ്രിഡ്ജിൻ്റെ സൈഡിൽ ഉള്ളതുപോലെ തന്നെ നമ്മളിപ്പോൾ ഉപ്പള പാലത്തിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. അതുകൊണ്ട് ഈ പാലത്തിൻ്റെ വർക്ക് കഴിഞ്ഞ് വരുന്ന സാഹചര്യങ്ങളിൽ ഈ റോഡിൻ്റെ വർക്കും കഴിഞ്ഞ് വരുന്നതായിരിക്കും. അതിൻ്റെ അലൈൻമെൻറ്റോട് ചേർത്ത് സെറ്റാക്കി കൊണ്ടുവരും. അതുമാത്രമല്ല ട്രാഫിക് നമുക്ക് ഡൈവേഷൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും തന്നെ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇത് ഒരു 1 സൈഡ് വർക്ക് കഴിഞ്ഞ് പാലം ഓപ്പൺ ആക്കിയതിന് ശേഷം ലെഫ്റ്റ് സൈഡിലുള്ള നമ്മുടെ റോഡിൻ്റെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ കംപ്ലീറ്റ് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. നമ്മളിപ്പോൾ ഉപ്പള പാലത്തിലെത്തിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ പാലത്തിൻ്റെ ഈ സ്ലാബിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കിയുള്ള പാലത്തിലേക്ക് കടക്കുന്ന, അതായത് പാലത്തിലേക്ക് നമ്മൾ റോഡ് അടുപ്പിച്ച് കൊണ്ടുവരുന്ന ഒരു ഓപ്പൺ ആക്കേണ്ട പെട്ടെന്നുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. റോഡിൻ്റെ വർക്കാണ് നടന്നു വരുന്നത്. ഏകദേശം താറിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടുത്തെ അടുത്ത് തന്നെ എത്തി നിൽക്കുന്നുണ്ട്. ഇനി ആ വർക്ക് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം അതുവഴി നമ്മൾ വണ്ടിയൊക്കെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടിയൊക്കെ അപ്പുറ സൈഡിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ സൈഡ് കംപ്ലീറ്റ് മാറ്റി കട്ട് ചെയ്ത് സെറ്റാക്കാനുണ്ട്. അതിൻ്റെ വർക്ക് ഇപ്പോൾ തുടങ്ങുന്നതായിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഉപ്പള പാലം കഴിഞ്ഞ് നമ്മൾ ഒസങ്കടിയിലേക്കുള്ള അടുത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ കറക്റ്റ് പറയുകയാണെങ്കിൽ നമ്മുടെ ചെക്ക് പോസ്റ്റിൻ്റെ അടുത്താണ് ഇപ്പോൾ ഉള്ളത്. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഇപ്പോൾ റൈറ്റ് സൈഡിലെ വർക്കും കാര്യങ്ങളൊക്കെ തന്നെ കംപ്ലീറ്റ് ആയത് കാണാം. ലെഫ്റ്റ് സൈഡിൽ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെയാണ് ലെഫ്റ്റ് സൈഡിൽ ആണ് ഇപ്പോൾ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഒസങ്കടിയുടെ റോഡ് എന്ന് വെച്ചാൽ നമ്മൾ ബന്ദിയോട് കണ്ട പോലെ തന്നെ താഴെ കൂടിയാണ് പോകുന്നത്. ഇപ്പം നമ്മൾ പോകുന്നത് മുകളിലൂടെയാണ്. താഴെ അതിൻ്റെ താറിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ നേരെ പോകുന്നത് നമ്മുടെ ഒസങ്കടി താഴെ കൂടിയാണ് പോകുന്നത്. അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മളിപ്പോൾ പോകുന്ന ഈ റോഡ് ഇത് ക്ലോസ് ചെയ്തതിന് ശേഷം ഇവിടെ ബാക്കിയുള്ള വർക്കും കാര്യങ്ങളൊക്കെ തന്നെ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. അത് ഉടനെ തന്നെ ഉണ്ടായിരിക്കും. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ താഴെയുള്ള മെയിൻ റോഡിൻ്റെ വർക്ക് താറിങ്ങും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, വണ്ടി പോകാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് തന്നെ ഇപ്പോൾ തീരുന്നതായിരിക്കും. നമ്മുടെ ഈ ഒസങ്കടി ടൗണ് അങ്ങനെ തന്നെ നിലനിർത്തി നമ്മുടെ 6 വരി പാത താഴെ കൂടിയാണ് പോകുന്നത്. ഏകദേശം നല്ല ഹൈറ്റ് താഴെ കൂടിയാണ് നമ്മുടെ പുതിയ 6 വരി പാത കടന്നു പോകുന്നത്. ഒസങ്കടി ടൗണ് അങ്ങനെ തന്നെ നിലനിർത്തിയിട്ടാണ് ഈ സെറ്റപ്പും കാര്യങ്ങളൊക്കെ തന്നെ